വൈകുന്നേരമാണ് കേട്ടോ സ്കൂൾ വിട്ട് വരാൻ കുട്ടികൾ വരാനൊക്കെ അയക്കണം. അപ്പം കുറച്ച് മാവുണ്ട് ഫ്രിഡ്ജിലിരിക്കണം. കടലമാവും മൈദമാവൊക്കെ കുഴച്ച് വെച്ചതുണ്ട് ഫ്രിഡ്ജിലിരിക്കണം. അപ്പോൾ അത് വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് കടിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉള്ളിയും പച്ചമുളകും എന്താ പറയുക തക്കാളി എന്നാണ് പറയുന്നത്, ഇഞ്ചിയും വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഒരു കൊക്കവട പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ വേപ്പിൻ്റെ ഇല ഇല്ല. അപ്പോൾ പിന്നെ പോയി നേരെ കുറച്ചപ്പോൾ പറിച്ച് കൊണ്ടുവന്നതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. പിന്നെ അപ്പോൾ ഇത് കൊക്കവട റെഡിയായി. ഇനി കുറച്ച് മൈദമാവുണ്ട് കുഴച്ചതിരിക്കണം. പഴം പൊരിച്ചിട്ട് വെച്ചതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അതിലൊരു പഴവും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അത് ഇപ്പോൾ നോക്കുമ്പോൾ പകുതിയേ കാണുള്ളൂ. പകുതി ആരോ കൊണ്ടുപോയിക്കണം. കള്ളം കൊണ്ടുപോയതാവാനാണ് സാധ്യത. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കള്ളന്മാരുണ്ട്. അങ്ങനെ എന്ത് കൊടുന്ന് വെച്ചാലും പകുതി പോവും. അപ്പോൾ ആ പകുതി പഴം എടുത്ത് മറ്റേ മാവിലും കൂട്ടി കുഴച്ച് ഒരു ഉണ്ടംപൊരി ആക്കിയിട്ടാണ് പൊരിച്ചെടുത്ത് അവിടെ വെച്ചാൽ 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ അതെടുത്ത് ഒഴിവാക്കും. അപ്പം അതിനേക്കാളും നല്ലത് എന്തെങ്കിലുമൊക്കെ അൽക്കുലത്ത് പണി കെട്ടിയിട്ട് ഒഴിവാക്കണതല്ലേ എന്ന് വിചാരിച്ച് സ്നാക്സിനുള്ള പരിപാടികൾ തുടങ്ങിയതാണ്. അപ്പോൾ തട്ടിക്കൂട്ട് പഴംപൊരിയും തട്ടിക്കൂട്ട് കൊക്കവടയൊക്കെ റെഡിയായി. ചായക്കുള്ള വെള്ളം കെറ്റലിൽ വെക്കാൻ പോവാണ്. തിളക്കുമ്പോഴത്തേന് മക്കൾ വരും. അപ്പോൾ പരീക്ഷയൊക്കെ തുടങ്ങിയത് കാരണം കുറച്ചധികം ഉണ്ട്, അങ്ങോട്ട് എത്തൂല. ഇന്ന് പഠിപ്പിച്ചു കൊടുത്തത് കുറച്ച് കഴിഞ്ഞ് ചോദിച്ചാൽ അത് മറന്നുപോയിട്ടുണ്ടാവും. പഠിപ്പിച്ചത് തന്നെ പിന്നെയും 100 പ്രാവശ്യം പഠിപ്പിക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് ഇപ്പോൾ തുടങ്ങിയാൽ രാത്രി ആകുമ്പോഴത്തേനും ഒന്നെങ്കിലും ഒന്ന് പഠിച്ച് കിട്ടുള്ളൂ. അപ്പോൾ അതിനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണ് നേരത്തെ കാലത്ത് അതൊക്കെ കേച്ച് വെക്കുന്നത്. ഇപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. വന്നപാട് ഇതാണ് അവസ്ഥ. അടുക്കളയിൽ പോവുക, തപ്പിത്തിരയുക. അപ്പോൾ ഒരാൾ വന്നിട്ട് അടുക്കളയിൽ തപ്പിത്തരഞ്ഞിട്ടും അടുത്ത ആളെ കാണില്ല. അപ്പോൾ ആ ആളെ നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത് ആടിപ്പാടി വരുന്നുള്ളൂ. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. പിന്നെ കുറച്ച് കാപ്പിയും വെച്ചിട്ടുണ്ട്. ചില നേരത്ത് കാപ്പി കുടിക്കാനാണ് തോന്നുക, ചായ കുടിക്കാൻ തോന്നൂല. അപ്പോൾ പിന്നെ കുറച്ച് കാപ്പിയും കൂടി വെച്ച് ചായ കുടിക്കണ പരിപാടിയിലാണ്. ഒരാളും കൂടെ വരാനുണ്ട്. ആൾ 5 മണിയാവും എത്തണമെങ്കിൽ. അപ്പോൾ പിന്നെ അവനെ കാത്തു നിന്നാൽ ചായ കുടിച്ച് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേന് 6 മണിയാവും. അപ്പോൾ പഠിക്കാൻ ടൈം കിട്ടൂല. അപ്പോൾ പിന്നെ ഞങ്ങളെ പരിപാടി നേരത്തെ കഴിച്ച് വെച്ച് അവനുള്ളത് എടുത്ത് വെച്ചു.